ഹലോ. നല്ല മഴയുള്ള ഈ സമയത്ത് പോവാൻ പറ്റിയതാണ് കേട്ടോ ഒരു ഫംഗ്ഷനൊക്കെ. അങ്ങനെ ഫംഗ്ഷന് പോകാനായിട്ട് ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ച് 2, 3 ഫോട്ടോ എടുക്കാമെന്ന്. ഇങ്ങനെ ക്യാമറാമാൻ, ലുക്ക്മാൻ എല്ലാ വീഡിയോ എടുക്കുന്ന ആളുടെ തന്നെ ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കാത്തു കെട്ടിയിരിക്കുന്നത് അനിയനെയാണ്. അനിയൻ 3 മണിക്ക് വരാമെന്ന് പറഞ്ഞതാണ്. 4, 4:15 കണ്ടില്ല. അവസാനം 4:30 ആയപ്പോൾ ആടി ഒളിഞ്ഞ് വരുന്നുണ്ട്. പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ വരികയാണ്. എത്ര വട്ടം വിളിച്ചെന്നറിയോ? വിളിക്കുമ്പോഴെല്ലാം ദാ എത്തിയിട്ടാ. അവസാനം എത്തി 4:30 കഴിഞ്ഞപ്പോൾ 3 മണി തൊട്ട് വിളിക്കുകയാണ്. അങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ വരും. അങ്ങനെ മക്കൾ വണ്ടി കണ്ടപ്പോൾ തന്നെ ചാടി കയറി കേട്ടോ. 2 പേർക്കും യാത്ര ചെയ്യുന്നതെല്ലാം ഇഷ്ടമുള്ളവരാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ആട്ട് വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആട്ടുമില്ലിൽ കയറി ആട്ടൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് മൂന്നാംകുറ്റിയിലുള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ. ഗിഫ്റ്റ് മേടിക്കണമായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഷോപ്പിൽ കയറി. ഞാൻ ചെന്ന് കയറിയപ്പോൾ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം മേടിക്കണമെന്ന് തോന്നി. പക്ഷേ നമ്മളെക്കൊണ്ട് പറ്റില്ലല്ലോ എല്ലാം മേടിക്കാൻ. നമ്മളൊക്കെ കളിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നോ എന്തോ ഓർമ്മയേ ഇല്ല കേട്ടോ. അങ്ങനെ ദാണ്ടെ ഷോപ്പിൽ കയറി കളിപ്പാട്ടം മേടിച്ചുകൊണ്ട് ഇറങ്ങിയപ്പോൾ ദാണ്ടെ ഈ കുമ്പള വിടുന്ന സാധനം കണ്ടപ്പോഴത്തേനും മക്കൾക്ക് 2 പേർക്കും വേണം. വണ്ടി കിടന്നാലും ബാക്കി മൂന്നാംകുറ്റി മൊത്തം അറിയിച്ചു. പിന്നെ മേടിച്ചു കൊടുക്കാതെ രക്ഷയില്ലായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ മേടിച്ച് ഈ വണ്ടിയാണ് ഞാൻ മോനിക്ക് വേണ്ടി മേടിച്ചത്. ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ അനിയത്തിയുടെ മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അവർ താന്നിയിൽ വെച്ചാണ് കേട്ടോ നടത്തുന്നത്. അതിന് വേണ്ടി പോവുകയാണ്. ഫ്രണ്ടിൽ ഒരാൾ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുകയാണ്. സംഭവം ആൾ പ്രതീക്ഷിച്ചില്ല സീറ്റ് ബെൽറ്റ് ഇട്ട് അനങ്ങാതിരിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞില്ല കേട്ടോ. ഫ്രണ്ടിൽ ഇരിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞു സീറ്റ് ബെൽറ്റ് ഇല്ലാതെ പറ്റത്തില്ല, സീറ്റ് ബെൽറ്റ് മുഖ്യം. അങ്ങനെ സീറ്റ് ബെൽറ്റ് എടുത്ത് ആകെ പെട്ടിരിക്കുകയാണ്. അങ്ങനെ ദാണ്ടെ ഞങ്ങളെല്ലാവരും കൂടെ നേരെ പോകുന്നത് വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് അനിയത്തിയും കസിനെയും എല്ലാം വിളിക്കാനുണ്ട്, ബ്രദറിനെയൊക്കെ വിളിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നേരെ ഞാൻ വീട്ടിലേക്കാണ് കേട്ടോ ഇനി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി വീട്ടിൽ ചെല്ലുന്ന വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, സീ യു. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.